നമസ്കാരം. ഐബേഡ് മീഡിയ വീണ്ടും വിചാരം എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം നമുക്ക് ഒരുത്തന്റെ കുറച്ച് നാടകങ്ങൾ കണ്ടു നോക്കാം, എന്നിട്ട് തിരിച്ചു വരാം. അടുത്ത ജന്മത്തിൽ പൂണുനൂലിടുന്ന വർഗത്തിൽപ്പെട്ട് ജന്മത്തിൽ ബ്രാഹ്മണനായി ജനിക്കണം. ഈ പൂണൂലിട്ട വർഗത്തിലൂടെ ഇതോടുകൂടി ഇവന്റെ നാടകം ആരംഭിക്കുകയായി. കേരളം അങ്ങ് മൊത്തമായി എടുക്കുവാൻ പോവുകയാണത്രേ. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ വാക്കുകളാണിവ. ഈ പൊട്ടൻ പറയുന്നത് മോദിജിക്ക് വേണ്ടി, അമിത്ഷാക്ക് വേണ്ടി, നിർമ്മല സീതാരാമന് വേണ്ടി കേരളം അങ്ങ് മൊത്തമായി വാങ്ങിക്കാൻ പോവുകയാണ് എന്നാണ് ഈ പൊട്ടൻ പറയുന്നത്. ഒരു വകതിരവും ഇല്ലാതെയാണ് ഇയാൾ ഇങ്ങനെ സംസാരിക്കുന്നത്. ഒരു വേദിയിൽ പ്രസംഗിക്കുമ്പോൾ കുറച്ചെങ്കിലും എന്തെങ്കിലും ഒരു വകതിരിവ് വേണ്ടേ? അതിനെങ്ങനെയാ? പാർട്ടിയിൽ നല്ല രീതിയിൽ അടിത്തട്ടിൽ പ്രവർത്തിച്ച് പരിചയം വേണ്ടേ? ഒരു സ്റ്റേജ് കിട്ടിയാൽ, അല്ലെങ്കിൽ ഒരു മൈക്ക്, അല്ലെങ്കിൽ കുറച്ച് ക്യാമറകളെ കണ്ടാൽ വായിൽ തോന്നിയത് വിളിച്ചു പറയുകയല്ലേ? ഇങ്ങനെ ഇയാൾ എന്തെങ്കിലും ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന മരമണ്ടൻ വിളിച്ചു പറഞ്ഞാൽ കേട്ട് കയ്യടിക്കാൻ കുറെ മണ്ണുണ്ണികൾ ഉണ്ടാവും. നമ്മുടെ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി എന്ന് പറയേണ്ട ഇടത്ത് ഇയാൾ പറയുകയാണ് മോദിജിക്ക് വേണ്ടിയിട്ടും അമിത്ഷാക്ക് വേണ്ടിയിട്ടും ഒക്കെയാണ് നമ്മൾ ഈ കേരളം മൊത്തം അങ്ങ് എടുക്കാൻ പോവുകയാണ്. നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഏതൊരു പാർട്ടി ആയിക്കോട്ടെ, രാഷ്ട്രീയം എന്ന് പറയും, അല്ലെങ്കിൽ പിന്നെ രാജ്യഭരണം നമ്മുടെ രാജ്യത്തുണ്ടായാൽ പോരെ. ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പും രാഷ്ട്രീയവും പൊതുപ്രവർത്തനങ്ങളും എല്ലാം വേണോ? ഇതൊരു രാജ്യഭരണമല്ലല്ലോ ഇങ്ങനെ ഇവർ സംസാരിക്കാൻ. ഇവൻ പറയുന്നത് മോദിജിയും അമിത്ഷായും നിർമ്മല സീതാരാമന് വേണ്ടി നമ്മൾ കേരളം അങ്ങോട്ട് എടുക്കുകയാണ്, മൊത്തത്തിൽ അങ്ങോട്ട് എടുക്കുകയാണ്. അല്ലാതെ നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ നാടിന് വേണ്ടി, നമ്മുടെ നാട്ടുകാരുടെ ഉന്നമനത്തിന് വേണ്ടി, നമ്മുടെ ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടി നമുക്ക് കേരളം ഇങ്ങോട്ട് എടുക്കുക, അതല്ല, അങ്ങനെയല്ല. മോദിജിക്ക് വേണ്ടിയിട്ടും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും ഒക്കെയാണ് ഇവൻ കേരളം എടുക്കാൻ ഇവർ ശ്രമിക്കുന്നത്. ഇവരും ഇവരുടെ സംഘടനയും പാർട്ടിയും എല്ലാം ശ്രമിക്കുന്നത്. ആശ്ചര്യത്തോടെ കൂടെ തന്നെ നമ്മൾ ഇതിനെ കാണണ്ടേ, ഇതിനെ നോക്കി കാണണ്ടേ. നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ജനങ്ങൾ വോട്ട് ചെയ്ത് ഒരു MLA അല്ലെങ്കിൽ ഒരു മന്ത്രി ഇങ്ങനെ നമ്മൾ അവരെ വിജയിപ്പിച്ചു കഴിഞ്ഞ് ഒരു MLA യോ മന്ത്രിയോ ആക്കി പറഞ്ഞയച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവർ ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്? രാജ്യത്തിന്, നമ്മുടെ നാടിന്, നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി, അല്ലെ? പക്ഷെ ഈ മണ്ടന്മാർ പറയുന്നത് അങ്ങനെയല്ല. ചിലർക്ക് വേണ്ടി, ചില കുത്തകകൾക്ക് വേണ്ടി, അവർക്ക് വേണ്ടിയാണ് അത്രേ ഇവർ തിരഞ്ഞെടുക്കുന്നതും ഇവര് നാട് എടുക്കുന്നതും മന്ത്രിയാവുന്നതും MLA-കളാവുന്നതും എല്ലാം ചില കുത്തകൾക്ക് വേണ്ടിയാണ്. നാട്ടിനും നാട്ടുകാർക്കും വേണ്ടിയല്ല, ജനങ്ങൾക്കും വേണ്ടിയല്ല. അത്ഭുതം തന്നെയല്ലേ? സ്വന്തം രാജ്യത്തിനും സ്വന്തം നാടിനും സ്വന്തം ജനങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കേണ്ട പാർട്ടി, അതിന്റെ ഭരണാധികാരികൾ അങ്ങനെയല്ലേ പ്രവർത്തിക്കേണ്ടത്? ആ ഭരണാധികാരികൾ പ്രവർത്തിക്കേണ്ടത്. എന്നാൽ ഇവിടെ BJP എന്ന മണ്ടന്മാർ തുറന്നു പറയുന്നു ഞങ്ങൾ ചിലർക്ക് വേണ്ടിയാണ്, എന്ന് വെച്ചാൽ ഞങ്ങൾ ചില കുത്തക ആളുകൾക്ക് വേണ്ടിയാണ്. ശരിയാണ്, ഇവർ പണം ഉണ്ടാക്കണം, അതിന് ഭരണം വേണം. ഭരണം വേണമെങ്കിൽ എന്ത് വേണം? നാട്ടിൽ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കണം. അതിന് മതമാണ് മുഖ്യം. മതം വെച്ച് കളിച്ചാൽ വോട്ട് ലഭിക്കും, ഭരണം കിട്ടും, കുറെ എണ്ണം പുറകെ കാണും എന്ന് BJP എന്ന ഈ സംഗീതത്തിന് അവർക്കത് അറിയാം. അതാണ് ഇപ്പോഴുള്ള ട്രെൻഡ്. മതം വെച്ച് കളിക്കുക. ഇതറിയാവുന്നത് കൊണ്ട് തന്നെയാണ്, മതം വെച്ച് കളിച്ചാൽ അവർക്ക് അതിന്റെ ഗുണമുണ്ടാകും എന്ന് അറിയുന്നത് കൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിൽ മതസ്പർദ്ധ വർദ്ധിക്കാനും
വർദ്ധിക്കുന്നതും അത് വർദ്ധിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമുക്കൊരു വീഡിയോ കണ്ടു നോക്കാം, എന്നിട്ട് അത് കണ്ടതിന് ശേഷം തിരിച്ചു വരാം. ശ്രീ നരേന്ദ്രമോദിക്ക് വേണ്ടി, അമിത്ഷാജിക്ക് വേണ്ടി, നിർമ്മലാ സീതാരാമന് വേണ്ടി, ശ്രീ രാജ്നാഥ് സിംഗിന് വേണ്ടി നമ്മൾ കേരളം മൊത്തം ഇങ്ങെടുക്കുവാൻ പോവുകയാണെന്ന് ആഞ്ഞടിച്ച് പ്രഖ്യാപിക്കണം ഈ നിമിഷം. ആ ഊർജം കൊണ്ട് നമുക്ക് ഇവന്റെ ഇത്തരത്തിലുള്ള പൊട്ട പ്രസംഗങ്ങളാണ്, അല്ലെങ്കിൽ പൊട്ട സംസാരങ്ങളാണ്, അല്ലെങ്കിൽ പൊട്ട പ്രവർത്തനങ്ങളാണ് ഇവന്റെ അടുത്ത് വെറും പൊട്ടത്തരങ്ങൾ, ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന പ്രവർത്തനങ്ങളും കാട്ടിക്കൂട്ടലുകളുമാണ് ഇയാളുടെ അടുക്കൽ ഉള്ളത്. വെറും ജാതിസം കളികൾ. ജാതിസം എന്ന് പറഞ്ഞാൽ വെറും ജാതിസം കളി, ജാതി പറഞ്ഞ് നടക്കുക. അതുകൊണ്ട് കുറെ എണ്ണം അവന്റെ വാക്കുകളും കേട്ട് മുന്തിയ ഇനം ജാതി എന്നും പറഞ്ഞ് അവന് കൈയടിച്ച് നടക്കുക. ജാതിസം തലയിൽ കയറ്റി നടക്കുന്ന കുറെ എണ്ണങ്ങളുണ്ടല്ലേ നമ്മുടെ നാട്ടിൽ. അതിന് ഇവനെ പോലുള്ള ആളുകളുടെ വാക്കുകളും പ്രചോദനമാവുകയാണ്. ഇവന്മാർക്കെല്ലാം മതം പറഞ്ഞാലേ അണികളെ കിട്ടുകയുള്ളൂ. മനുഷ്യരെ തമ്മിലടിപ്പിക്കുക എന്ന ലക്ഷ്യം മാത്രം. അതിലൂടെ ഇത്തരം നേതാക്കൾക്ക് പിടിച്ചു നിൽക്കുവാൻ പറ്റുകയുള്ളൂ. അങ്ങനെയുള്ള സെറ്റപ്പുകൾ ഉണ്ടാക്കിയാലേ ഇവർക്ക് നിക്കക്കള്ളിയുള്ളൂ. മതം പറഞ്ഞ് മതസ്പർദ്ധ ഉണ്ടാക്കി അത് മാത്രമേ ഈ BJP സംഘികൾക്ക് പറ്റുകയുള്ളൂ. അവർക്ക് ഇത് കേട്ടാലേ കുരുപൊട്ടും. എന്റെ ആഗ്രഹമാണ്, എന്റെ സ്വപ്നമാണ് ഒരു ഉന്നത കുലജാതൻ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ട്രൈബൽ അതാണ്, ഇങ്ങനെയാണ് ഇന്നത്തെ BJP അല്ലെങ്കിൽ BJP-ക്കാരുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. സ്വന്തം ജനങ്ങൾക്ക്, അണികൾക്ക് എന്ത് ലഭിച്ചു എന്ന് ചോദിക്കരുത്. നേതാക്കൾക്ക് എന്തെല്ലാം ലഭിച്ചില്ല എന്ന് അന്വേഷിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവും. വെറും ജാതി പറഞ്ഞ് നടക്കുന്ന ഇവനെയാണല്ലോ തൃശ്ശൂർക്കാർ ഇവന്റെ നാടകം കണ്ട് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു പറഞ്ഞയച്ചത്. മുന്തിയ കുലജാതി. ഇവന് ഇന്നും രാജാക്കന്മാരെ പോലെ ആജ്ഞാപനം, രാജാവും അടിമകളും പോലെയാണ്. ഇവന്റെ തനി സ്വഭാവം ആളുകളെ കൂടെ കൂട്ടാൻ വേണ്ടി പല നാടകങ്ങളും ഇവൻ കളിക്കും. ഇയാൾ വലിയൊരു നാടകക്കാരൻ തന്നെയാണ്. കുറച്ച് കഴിയുമ്പോൾ എല്ലാവർക്കും അത് മനസ്സിലാവും. ഇവനെ പറ്റി 100 വാക്കുകൾ പറയുന്നവർക്ക് ഇവന്റെ തനി സ്വഭാവം, പല ജാതികളും മുസ്ലിം പള്ളികളിലും ചർച്ചുകളിലും എല്ലാം ഇവൻ പോയി കാട്ടിക്കൂട്ടുന്ന മുട്ടുകുത്തി നിരങ്ങി നടക്കുകയാണ്. ഇതെല്ലാം സോഷ്യൽ മീഡിയയിലൂടെയും മീഡിയകളുടെയും പുറത്തു വരുമ്പോൾ ഭയങ്കര ജനസപ്പോർട്ട് കിട്ടും എന്നാണ് ഇവന്റെ ധാരണ. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം തിരിഞ്ഞു മറിഞ്ഞു വരും. കാരണം ഇവൻ കാട്ടിക്കൂട്ടുന്നതെല്ലാം അവനക്ക് ഒരു പവർ വേണം, ഒരു ഭരണ പവർ. ഇവനും മേജർ രവി എല്ലാം ഇതേ സിസ്റ്റമാണ്. ഭയങ്കര രാജാക്കന്മാരും അടിമകളും പോലെ ആയിട്ട് ഉള്ള ഒരു മനസ്സിൽ അങ്ങനെ ഒരു സങ്കല്പമാണ് ഇവരുടെ എല്ലാം. എന്തായാലും നമുക്ക് കണ്ടുവരാം, കാണാം. നമുക്ക് കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണ്ടല്ലോ എന്നൊരു ചൊല്ലില്ലേ, അതേപോലെയാണ്. നന്ദി, നമസ്കാരം. മേലെ എന്ന് പറയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇനി കാണുവാൻ പോകുന്നത്. എന്തായാലും നിങ്ങൾക്കും സന്തോഷിക്കാനുള്ള വകയുണ്ടാകും, ഞങ്ങൾക്കും സന്തോഷിക്കാനുള്ള വകയുണ്ടാകും.